കൊടും ക്രിമിനലായി ഇരിക്കുന്ന ഈ ദേവേന്ദ്രകുമാർ ശർമ്മയെ അടച്ചിരുന്നത് തീഹാർ ജയിലിലാണ്. ഇതിനിടെയാണ് 2020 കൊറോണ കാലം എത്തുന്നത്. അന്ന് ഇയാൾക്ക് 3 ആഴ്ചത്തെ പരോള് ദില്ലി കോടതി അനുവദിച്ചു കൊടുത്തു. ഈ 3 ആഴ്ചത്തെ പരോളിലിറങ്ങിയ ദേവേന്ദ്രകുമാർ ശർമ്മ പിന്നെ മുങ്ങിക്കളഞ്ഞു. പിന്നെ ഇയാളെ കിട്ടിയില്ല. പിന്നെ 7 മാസം കഴിഞ്ഞിട്ടാണ് ദില്ലി പോലീസ് ഇയാളെ പിടികൂടുന്നത്. അങ്ങനെ പിടികൂടി വീണ്ടും കൊണ്ടുവന്ന് ജയിലിൽ അടച്ചു. 2023 ഇയാൾക്ക് വീണ്ടും പരോൾ അനുവദിച്ചു. അങ്ങനെ 2023 പരോൾ അനുവദിച്ച ശേഷം ഇയാൾ വീണ്ടും മുങ്ങിക്കളഞ്ഞു. പിന്നെയും തിരികെ വന്നില്ല. അങ്ങനെ ദീർഘകാലമായി ദേവേന്ദ്രകുമാർ ശർമ്മയെ സംബന്ധിച്ചുള്ള അന്വേഷണം ഇങ്ങനെ നടന്നു വരികയാണ്. ഇതൊടുവിൽ ദില്ലി ക്രൈംബ്രാഞ്ചിലേക്ക് വന്നു. RK പുരത്തെ ദില്ലി ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്കാണ് കേസ് കൈമാറ്റപ്പെട്ടത്. അങ്ങനെ RK പുരത്തെ ദില്ലി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ കിടന്ന കേസ് അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കവേ രാജസ്ഥാനിൽ ദൗസ എന്ന സ്ഥലത്തെ ഒരു ആശ്രമത്തിൽ നിന്നും അവർക്കൊരു ഫോൺ കോൾ എത്തുകയാണ്. ഇവർ പുറപ്പെടുവിച്ചിരിക്കുന്ന ലുക്കൗട്ട് നോട്ടീസ് കണ്ടിട്ടാണ് ഈ ഫോൺ കോൾ വരുന്നത്. അപ്പോൾ ആ ഫോൺ കോളിൽ പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ ദേവേന്ദ്രകുമാർ ശർമ്മയുടെ മുഖഭാവം ഉള്ള ഒരാൾ ഇവിടെയുണ്ട്, അയാൾ ഒരു സന്യാസിയാണ്, ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പോലീസ് വളരെ രഹസ്യമായി കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് മെയ് മാസത്തിൽ ഈ ദൗസയിലേക്ക് എത്തുകയും ഇയാളെ പിടികൂടുകയും ചെയ്തു. ഇയാളിപ്പോൾ വീണ്ടും തീഹാർ ജയിലിൽ അടച്ചിരിക്കുകയാണ്. ഇനി ഒരു കാരണവശാലും ഇയാൾക്ക് പരോൾ അനുവദിക്കാൻ പാടില്ല എന്നൊരു അപേക്ഷയാണ് അന്വേഷണ സംഘം കൊടുത്തിരിക്കുന്നത്.